നമ്മൾ രാവിലെ നമ്മുടെ ഒരു ദിവസം ഒരു ഡേറ്റ് തുടങ്ങുക. ആ തുടങ്ങുന്ന വേള തന്നെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പാഠങ്ങളാണ് ആ ഒരു ഉണർച്ച തന്നെ. രാവിലത്തെ പ്രഭാതത്തിലുള്ള നമ്മുടെ ആ ഉണർച്ച തന്നെയും എന്തെല്ലാം പാഠങ്ങളാണ് നമ്മിലേക്ക് തരുന്നത്. പക്ഷേ നാം അല്പം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കണം എന്നർത്ഥം. വെറുതെ അങ്ങ് രാവിലെ എഴുന്നേറ്റാൽ പോരാ. എന്തായിരുന്നു ഉണരും മുമ്പ് നമ്മുടെ സ്ഥിതി? ഉണരുന്നതിന്റെ മുമ്പുള്ള നമ്മുടെ സ്ഥിതി എന്തായിരുന്നു? നമ്മുടെ ബെഡിൽ, നമ്മുടെ കട്ടിലിൽ കിടക്കുന്ന ഒരു ശരീരം, മയ്യത്ത് പോലെ നമ്മുടെ കട്ടിലിൽ കിടക്കുന്ന ഒരു ശരീരമായിരുന്നു നമ്മൾ. നമുക്കൊന്നും അറിയില്ല. പരിസരത്ത് എന്ത് നടക്കുന്നു നാം അറിഞ്ഞില്ല. പരിസരത്ത് പല ശബ്ദങ്ങളും നടന്നു, നാം കേട്ടില്ല. നമുക്ക് ശ്വാസമുണ്ടായിരുന്നു എന്ന് മാത്രം. ശ്വാസം ഉണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എത്രയോ പേര് അങ്ങനെ തന്നെ ആ കിടന്ന കിടപ്പിൽ അന്ത്യശ്വാസം വലിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അത് നമ്മളോട് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതീ ഖദാ അലൈഹൽ മൗത വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. സൂറത്തു സുമർ 42-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചു, അല്ലാഹു യതവഫൽ അൻഫുസ്, അല്ലാഹു ആത്മാക്കളെ പരിപൂർണമായും പിടിച്ചെടുക്കുന്നു. അല്ലാഹു മരണപ്പെടുത്തുന്നു, ആത്മാക്കളെ അങ്ങോട്ട് പിടിച്ചെടുക്കും പൂർണ്ണമായിട്ട്. എപ്പോ? ഹീന മൗതിഹാ, മരണത്തിന്റെ നേരത്ത്. മരണത്തിന്റെ നേരത്ത്, എന്റെയും നിങ്ങളുടെയും മരണത്തിന്റെ നേരത്ത് നമ്മുടെ ബോഡിയിലുള്ള റൂഹ് എന്ന് പറയുന്ന പ്രതിഭാസത്തെ അല്ലാഹു പരിപൂർണമായും അങ്ങ് ഊരിയെടുക്കുകയാണ്, പിടിച്ചെടുക്കുന്നു. അതേ അവസരത്തിൽ ഒരു സെമി പിടുത്തം പിടിക്കുന്നുണ്ട്, ഒരു പകുതി പിടുത്തം, പൂർണ്ണ പിടുത്തല്ല. അതെപ്പോഴാ? വല്ലതീ ലം തമുത് ഫീ മനാമിഹാ, അതേ മരിച്ചിട്ടില്ലാത്ത, മരണം വിധിച്ചിട്ടില്ലാത്ത ആത്മാവിനെ ഉറക്കത്തിലും അല്ലാഹു പിടിക്കുന്നുണ്ട്. രണ്ട് നേരത്ത് അല്ലാഹു ആത്മാക്കളെ പിടിക്കുന്നുണ്ട്. ഒന്ന് മരണത്തിന്റെ നേരത്തൊരു പിടുത്തം പിടിക്കുന്നുണ്ട് ആത്മാവിനെ, ഉറങ്ങുന്ന നേരത്തും ആത്മാവിനെ പിടിക്കുന്നുണ്ട്. പക്ഷേ ഫയുംസികുല്ലതീ ഖദാ അലൈഹൽ മൗത്ത്, അതേ ആ പിടിച്ചെടുത്ത ആത്മാവിന് മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ പിന്നെ ഉണരൂല, അവന്റെ അവസാനത്തെ ഉറക്കം തന്നെ. അതേ അവസരത്തിൽ വയുർസിലുൽ ഉഖ്റാ, മരണം വിധിച്ചിട്ടില്ലാത്ത ആത്മാവാണെങ്കിലോ ആ ആത്മാവിനെ അതാ അവൻ തിരിച്ചു പറഞ്ഞേക്കുന്നു. ഇലാ അജലിൻ മുസമ്മാ, ഒരു നിർണയിക്കപ്പെട്ട അവധി വരെ. ഇന്ന ഫീ ദാലിക ലആയാതിൻ, ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളും തെളിവുകളുമുണ്ട്. ലിഖൗമിൻ യതഫക്കറൂൻ, നന്നായി ചിന്ത ഉപയോഗപ്പെടുത്തുന്ന ജനങ്ങൾക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്. ഉറക്കത്തിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്. നമ്മൾ വല്ലതും ചിന്തിക്കാറുണ്ടോ? ഉറക്കം വന്നാ ഉറങ്ങണ്, തൂങ്ങി ഉറക്കം വന്നാ തൂങ്ങി ഉറങ്ങണ്, മയക്കം വന്നാ മയങ്ങണ്, ഉണരുമ്പോ ഉണരണ്, എന്തേ സംഭവിച്ച് അത് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മെ സംബന്ധിച്ച് അല്ലാഹു പറയണം ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്താ അത്? ഉണർന്നു കഴിഞ്ഞാൽ പുതിയൊരു ദിവസത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. പിന്നെ അതുവരെ ശബ്ദം കേൾക്കാത്ത നമ്മൾ ശബ്ദം കേൾക്കുകയാണ്. പിന്നെ നമ്മൾ ശബ്ദം കേൾക്കുന്നുണ്ട്, അപ്പുറത്തും ഇപ്പുറത്ത് വർത്താനം പറയണൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ കൈകാലുകൾ ചലിക്കുന്നുണ്ട്, നമ്മളെ കണ്ണ് തുറക്കുകയാണ്, കാലുകളൊക്കെ ചലിക്കുന്നു. ഊരി നിവർന്ന് നമ്മൾ എഴുന്നേറ്റ് ആ അവസരത്തിൽ നമുക്കൊരു നവോന്മേഷത്തിൽ നമ്മൾ എഴുന്നേൽക്കുകയാണ്. അവിടെ നമ്മൾ ചിന്തിക്കണം, ആരാണ് ഇതൊക്കെ മടക്കി തന്നത്? ഇതൊക്കെ എവിടെയാ പോയത്? ഇതൊക്കെ പോയിട്ട് എപ്പോഴാണ് തിരിച്ചു കിട്ടിയത്? ആരാ ഇതൊക്കെ മടക്കി തന്നത്? ആ അനുഗ്രഹങ്ങൾ മടക്കി തന്നവൻ ആരാ? അതേ അൽഹംദുലില്ലാഹ്. അതാണ് രാവിലെ തന്നെ ഒരു മുസ്ലിമിന്റെ ദിവസം തുടങ്ങുന്നത് ദിക്റിലൂടെയാണ്. ഉണർച്ച എന്ന് പറയുന്ന നിഅമത്ത് തന്നതിൽ അത് തന്ന റബ്ബിനോട് കൂറ് രേഖപ്പെടുത്തിക്കൊണ്ട് ആ കൂറ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുസ്ലിം എഴുന്നേൽക്കേണ്ടത്. ആ പ്രഖ്യാപനമാണ് നാം ഒക്കെ പറയുന്നുണ്ടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ മനസ്സറിഞ്ഞു പറയേണ്ട വാചകമാണ് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിന് തന്നെ. എന്തേ ഞാനിപ്പോ ഈ രാവിലെ തന്നെ അവനെ സ്തുതിക്കാൻ കാരണം? അല്ലദീ അഹ്യാനാ, അവനാണ് ഞങ്ങളെ ജീവിപ്പിച്ചിരിക്കുന്നത്. ബഅദമാ അമാതനാ, ഞങ്ങളെ അവൻ മരിപ്പിച്ച് കിടത്തിയതിന്റെ ശേഷം. അപ്പൊ ഏതായി മരണം? ഉറക്ക്.
ഉറക്കിനെപ്പറ്റി ഉണരുമ്പോ എന്താ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ഞാൻ മരിച്ചിരുന്നു, ഞങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം ഞങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകിയ, ഹയാത്ത് നൽകിയ അല്ലാഹുവിനത്രേ സർവസ്തുതിയും. അതും പറഞ്ഞുകൊണ്ട് തീർന്നില്ല. വഇലൈഹിൻ നുശൂർ, അവങ്കലേക്ക് തന്നെയാണ് മടങ്ങിച്ചെല്ലേണ്ടത്. അപ്പൊ രാവിലെ തന്നെ എന്തൊക്കെ ഓർത്തു? നമ്മളിനി ഇത് പറയുന്ന ആൾക്കാർ തന്നെ വളരെ വിരളം. ഒന്നും പറയാതെ എഴുന്നേറ്റ് പോവും ബാത്റൂമിലേക്ക്. ഇനി പറയുന്നുണ്ടെങ്കിൽ തന്നെ അർത്ഥമൊന്നും ചിന്തിക്കാതെ പറയുന്നവർ. എന്നാൽ അങ്ങനെ പോരാ. അതേ ഒരു മരണത്തിന്റെ ശേഷം ഞങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകി ഞങ്ങൾ എഴുന്നേറ്റു. ഇനി ഇതുപോലെ ഞങ്ങൾക്കൊരു എഴുന്നേൽപ്പുണ്ട് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. വഇലൈഹിൻ നുശൂർ.